നിങ്ങൾക്ക് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് postermywall.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിനെ കുറിച്ചാണ്. ഇത് നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ കാൻവയെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ഒരു കോഴ്സ് നമ്മളെല്ലാവരും ചെയ്തെന്ന് പറഞ്ഞു. അതിനകത്ത് നമ്മൾ കാൻവ എന്നുള്ള ഒരു വെബ്സൈറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഇവിടെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് postermywall എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് യാതൊരു സ്കില്ലും ഇല്ലാതെ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്കൊരു പോസ്റ്റർ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഒരല്പം ശ്രദ്ധ ഇവിടെ കൊടുത്താൽ മാത്രം മതി. ഈ ഒരു postermywall.com പോയി കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഗൂഗിൾ ID കൊടുത്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. വേറെ ഫീസോ കാര്യങ്ങളൊന്നുമില്ല. പേയ്മെന്റിലേക്ക് പോകേണ്ട കാര്യമില്ല. പേയ്മെന്റ് ഇല്ലാതെ തന്നെ നമുക്ക് പല തരത്തിലുള്ള പോസ്റ്റേഴ്സുകൾ നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ നമുക്ക് ഇമേജ് ഉണ്ട്, വീഡിയോ ഉണ്ട്. അത് നമുക്ക് ഇമേജ് മാത്രം സെലക്ട് ചെയ്യാം. ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം പിന്നെ ഇപ്പൊ ഇമേജ് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ നമുക്ക് ഒരു ഉദാഹരണത്തിന് ഫ്ലയേഴ്സ് എടുക്കുകയാണ് ഞാൻ. ഈ ഫ്ലയേഴ്സ് എടുത്തിട്ട് ഇതിൽ നിന്നുള്ള ഒരു ഫ്ലയേഴ്സ് നമ്മളൊരു നല്ലൊരു ഫ്ലയേഴ്സ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യാണ്. ഏതെങ്കിലും ഒരു ഇഷ്ടം പോലെ, അതായത് നമുക്ക് ഇവിടെ പ്രീമെയ്ഡ് ഓപ്ഷൻസ്, ഒരുപാട് പ്രീമെയ്ഡ് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ലഭ്യമാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഏതാണ് നമുക്ക് വേണ്ടത് ആ ഒരു രീതിയിലുള്ള ഒരു പോസ്റ്റേഴ്സ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ട് അതിനെ നമുക്ക് പിന്നെ ഏത് രീതിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ മാറ്റിയെടുക്കാം. ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു പോസ്റ്റർ തന്നെ ഞാൻ ഒന്ന് എടുക്കാൻ ശ്രമിക്കാം. അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാവുമെന്ന് എനിക്ക് കരുതുന്നു. ഒരു മിനിറ്റ്, ഞാൻ അതും കൂടെ ആ ഒരു ഇതിലേക്ക് തന്നെ പോകാം. പോസ്റ്റേഴ്സ് കൊടുത്തു ശേഷം ഞാൻ ഫ്ലയേഴ്സ് സെലക്ട് ചെയ്തു. ഫ്ലയേഴ്സ് ഈ ഒരു പോസ്റ്ററാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് ഇത് നമ്മളിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ടെംപ്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പോസ്റ്റർ നിങ്ങളൊക്കെ കണ്ടിരിക്കും. നമ്മുടെ ഇന്നത്തെ മീറ്റിന്റെ പോസ്റ്റർ ഈ ഒരു ഡിസൈനിലാണ് ചെയ്തത്. വളരെ സിമ്പിൾ ആണ് ഇത് ചെയ്യാൻ. ജസ്റ്റ് കസ്റ്റമൈസ് ടെംപ്ലേറ്റ് കൊടുക്കുക. കസ്റ്റമൈസ് ടെംപ്ലേറ്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ രൂപത്തിൽ ഇതിനെ ഇങ്ങോട്ട് കിട്ടും. ഓക്കെ ആണല്ലോ? ക്ലിയർ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. ഇതില് നമുക്ക് എന്താണ് വേണ്ടത്? നമ്മൾ ഇവിടെ ഈ ഒരു അവിടെ ഓൾറെഡി പ്രീമെയ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ ഉണ്ടാവും. ആ ടെക്സ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ അത് പോകും. ഡിലീറ്റ് ചെയ്ത് കളയാം. അവിടെ നമ്മൾ കൊടുക്കുന്ന അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ എന്ന് കൊടുക്കുകയാണ്. അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ ഇത് കൊടുത്തിട്ട് നമ്മൾ ഇതിനെ നമുക്ക് വലുതാക്കാം, ചെറുതാക്കാം, ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. സ്ക്രോൾ ചെയ്താൽ മതി. തൊട്ട് താഴെ നമ്മൾ ഇവിടെ കൊടുക്കുകയാണ് എഡ്യൂക്കേഷൻ വിങ്. നമ്മൾ എഡ്യൂക്കേഷൻ വിങ് കൊടുത്തു. ഇതിന് നമുക്ക് ഏത് രീതിയിലുള്ള ഫോണ്ടും നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ താഴെ കാണുന്ന ഫോണ്ടുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫോണ്ടുകളാണ്. പല രീതിയിലുള്ള ഫോണ്ടുകളാണ് ഇവിടെ ഉള്ളത്. ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ അതിലോട്ട് പോകുന്നില്ല. പിന്നെ ശേഷം ഇത് നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇവിടെ നമ്മളൊരു പിക്ചർ ഇൻസേർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ, ഇതിനകത്ത് നമ്മളൊരു പിക്ചർ ഇൻസേർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇവിടെ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഇതിവിടെ കാണുന്നുണ്ട്. ജസ്റ്റ് റൈസ് പോയിട്ട് എന്താണ് അവിടെ ക്ലിക്ക് ചെയ്യേണ്ടത് അത് കൊണ്ടുവരാം. അതിവിടെ കൊടുത്തിട്ട് ഈ ഒരു രൂപത്തിൽ നമുക്ക് വലുതാക്കിയിട്ടോ ചെറുതാക്കിയിട്ടോ ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് ഇതിനെ ചെയ്യാം. വീണ്ടും ഞാൻ ഇപ്പുറം അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന്റെ ഒരു ലോഗോയും കൂടി കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. വീണ്ടും ഫോട്ടോയിലോട്ട് പോയിട്ട് അതിനുശേഷം IISCയുടെ ഒരു ലോഗോ എടുക്കുകയാണ്. ലോഗോ എടുത്ത് ആ ലോഗോ ചെറുതാക്കി നമുക്ക് ആവശ്യമുള്ള സൈസിനനുസരിച്ച് നമ്മൾ ഇവിടെ ചെറുതാക്കുന്നു, ഇവിടെ കൊടുക്കുന്നു. ഓക്കെ. ഇപ്പൊ നമ്മൾ തൊട്ടടുത്ത ആ ഒരു ടെംപ്ലേറ്റിന്റെ തൊട്ടടുത്ത ഭാഗത്തേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇവിടെ നമ്മൾ നമ്മുടെ പാർട്ടിസിപ്പൻസിനെ നമ്മൾ ഇവിടെ ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്നത്തെ ഡേറ്റിലാണ് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് അമെൻഡ് ചെയ്താൽ മാത്രം മതി. 30 കൊടുക്കുന്നു. നമ്മൾ ഇത് സെപ്റ്റംബർ ആക്കുന്നു. ഇത് വേണമെന്ന് ഇതിന്റെ ഒരു കോപ്പി നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഒരു കോപ്പി എടുത്തിട്ട് അതിനെ നമുക്ക് സെപ്റ്റംബർ എന്നുള്ള ഇതിലേക്ക് കൊണ്ടുവരാം. ഇവിടെ വെച്ചിട്ട് സെപ്റ്റംബർ ഇത് കൊടുക്കുന്നു. ഏത് രൂപത്തിൽ ഏത് സൈസിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ഇവിടെ നമ്മുടെ പാർട്ടിസിപ്പൻസിന്റെ ഫോട്ടോ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇടാം. അതിന് വേണ്ടി നമ്മൾ വീണ്ടും ഇവിടത്തോട്ട് പോവാണ്. ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചോണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് അപ്ലോഡ് ഫോട്ടോ എന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡൗൺലോഡിൽ എത്തും. ഡൗൺലോഡിൽ നമുക്ക് ഫോട്ടോസ് ഉണ്ടെങ്കിൽ അവിടെയുള്ള ഒരു ഫോട്ടോസ് നമുക്ക് എടുക്കാം. ഉദാഹരണത്തിന് ഞാൻ റൈസിന്റെ ഒരു ഫോൾഡറിലേക്ക് പോവാണ്. ഇപ്പോൾ
റൈസിന്റെ തന്നെ ഒരു ഫോൾഡറിലേക്ക് ഞാൻ പോയിട്ട് ഇവിടുന്ന് ഇപ്പൊ നമ്മുടെ ഷാവുൽ ഹമീദ് ഖാന്റെ ഫോട്ടോ സെലക്ട് ചെയ്തു. ഷാവുൽ ഹമീദ് ഖാന്റെ ഫോട്ടോ ഇവിടെ വന്നു. ഇത് ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നേരെ ഇവിടെ ഷാവുൽ ഹമീദ് ഖാന്റെ ഫോട്ടോ ഇവിടെ കിട്ടി. വേറെ ഒന്നും ചെയ്യാനില്ല. ഇങ്ങനെ ഇവിടെ ഇൻസേർട്ട് ചെയ്യുക, താഴെ പേരടിക്കുക, ആളുടെ പേരടിക്കുക. പേരടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ടെക്സ്റ്റിൽ പോവാം. ടെക്സ്റ്റിൽ പോയിട്ട് ആഡ് പ്ലെയിൻ ടെക്സ്റ്റ് കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ ബ്ലാക്ക് കളറിലായതുകൊണ്ട് നമുക്ക് കാണുന്നില്ല. അതിന് പകരം നമ്മൾ വൈറ്റ് ആക്കാം. വൈറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ പേര് മാറ്റുകയാണ്. ആഡ് യുവർ ടെക്സ്റ്റ് എന്നുള്ളിടത്ത് നമ്മൾ കൊടുക്കുന്നു ഷാഹുൽ ഹമീദ്. ഷാഹുൽ ഹമീദ് എന്ന് കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം നമ്മളത് ചെറുതാക്കുന്നു. ഏത് രീതിയിലാണ് നമുക്ക് വേണ്ടത് ആ രീതിയിൽ നമ്മൾ അതിനെ ചെറുതാക്കുന്നു. നമ്മളിവിടെ കൊണ്ടുവെക്കുന്നു. എത്ര ചെറുതും എത്ര വലുതുമാക്കിയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ചെയ്യാം. അതേപോലെ തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി കാണിച്ചത്, ഇപ്പൊ നമുക്ക് ഈ ഒരു ഇങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് ശരിക്കുള്ള ഫോട്ടോസ് നമ്മൾ ഒരു പക്ഷെ നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഉദാഹരണത്തിനായിട്ട് ഞാൻ നമ്മുടെ റഷീദ് സാഹിബിന്റെ ഫോട്ടോസ് ഇസ്ലാമിക് സെന്ററിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എടുത്ത ഒരു ഫോട്ടോ ആയിരുന്നു. അത് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ അതിന്റെ പിറകിൽ ആൾക്കാരൊക്കെ മാറ്റാം എന്നുള്ളത് അതിന് വേണ്ടിയുള്ള ഒരു ടൂളാണ് റിമൂവ് BG എന്ന് പറയുന്ന ഒരു ടൂളാണിത്. അത് ഞാൻ രണ്ടാമത്തെ സ്ക്രീനിൽ ഈ പറയുന്ന റിമൂവ് BG നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടുകൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ ആ ഒരു ഫോട്ടോ നമ്മുടെ റഷീദ് സാഹിബിന്റെ ഫോട്ടോ ആണിത്. ഞാൻ ജസ്റ്റ് ആയിട്ട് കാണിച്ചു തരാം. ഇദ്ദേഹത്തിന്റെ പിറകിൽ ഒരുപാട് ആൾക്കാർ ഇസ്ലാമിക് സെന്ററിന്റെ ആ വെന്യൂന്ന് എടുത്ത ഫോട്ടോ ആണെന്ന് തോന്നുന്നു. ഒരുപാട് പേരുണ്ട്. അപ്പൊ നമുക്കത് മാറ്റാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഇതൊന്ന് ഓപ്പൺ ചെയ്താൽ മാത്രം മതി. റിമൂവ് BG നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഫോട്ടോ ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവെക്കുന്നു. വേറൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ പിറകിൽ ആൾക്കാരൊക്കെ മാറി നമുക്ക് പ്യുവറായിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഫോട്ടോ ആണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് ഇദ്ദേഹത്തിന് വല്ല ബാക്ക്ഗ്രൗണ്ടും കൊടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്കിവിടെ എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ബാക്ക്ഗ്രൗണ്ടുകൾ ഏത് രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ടും നമുക്ക് കൊടുക്കാം. ഞാനിപ്പോൾ ഒരെണ്ണം ഇവിടെ സെലക്ട് ചെയ്യാണ്. ഇത് വന്നു. ഇനി അല്ല ഇതാ വേണ്ടതെങ്കിൽ ഇത് കൊടുക്കാം. ഇനി ഇപ്പോ മറ്റ് ഒരു ബീച്ചിൽ പോയി നിൽക്കുന്നതാണ് റഷീദ് സാഹിബ് എങ്കിൽ അത് കൊടുക്കാം. ഏത് രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ ഇഷ്ടം പോലെ ബാക്ക്ഗ്രൗണ്ടുകൾ നമുക്ക് ഇവിടെ വളരെ ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു വെബ്സൈറ്റിലൂടെ നമുക്ക് കിട്ടാനുണ്ട്. അതല്ല ഇനിയിപ്പോ നമുക്ക് കളറാ വേണ്ടെന്നുണ്ടെങ്കിൽ കളർ സെലക്ട് ചെയ്യാം. കളർ സെലക്ട് ചെയ്തതിനു ശേഷം ഇപ്പൊ എനിക്ക് വൈറ്റ് ആണ് വേണ്ടിയിരുന്നെങ്കിൽ ഞാൻ വൈറ്റ് സെലക്ട് ചെയ്തു. ഇത് സെലക്ട് ചെയ്തതിനു ശേഷം അതിൽ ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഇവിടെ കിട്ടും. ഏത് കളറിലെ ബാക്ക്ഗ്രൗണ്ട് ആണ് നിങ്ങൾക്ക് വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ വൈറ്റ് ഞാൻ സെലക്ട് ചെയ്ത് ഞാൻ ഡൗൺലോഡ് കൊടുക്കുകയാണ്. ഇപ്പൊ ഡൗൺലോഡ് ആയി. അദ്ദേഹത്തിന്റെ പിക്ചർ അവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ പിക്ചർ എനിക്ക് വേണം. അപ്പൊ ഇതിനെ ഞാൻ വീണ്ടും എൻ്റെ ഫോട്ടോയിലോട്ട് പോയി ആഡ് ഫോട്ടോ കൊടുക്കുമ്പോൾ അപ്ലോഡിലേക്കാണ് അത് വന്നിട്ടുണ്ടാകുക. അപ്ലോഡിൽ പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഫോട്ടോ ഇവിടെ എനിക്ക് കിട്ടി. ഒന്ന് അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ കാര്യങ്ങൾ? ഞാൻ സ്പീഡ് ആവുന്നുണ്ടോ? സമയമാകുമ്പോ ഒന്ന് പറയണേ. ഇത് ഇപ്പോ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ നമുക്ക് ഒരു നമുക്ക് ഇതിന്റെ ഒരു ഷേപ്പ് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ക്രോപ്പ് കൊടുക്കുക. ക്രോപ്പ് കൊടുത്തതിന് ശേഷം നമുക്ക് സ്ക്വയറാ വേണ്ടെങ്കിൽ ഈ സ്ക്വയർ ക്ലിക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. ശേഷം ഇതിന്റെ ക്രോപ്പ് കൊടുക്കാം. ഇവിടെ ക്രോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോ ക്രോപ്പ് ആയിക്കൊണ്ട് നമ്മുടെ സ്ക്രീനിൽ ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ ഇദ്ദേഹത്തെ എടുത്തിട്ട് ഈ ഒരു പൊസിഷനിൽ നമ്മൾ കൊണ്ടുവെക്കാണ്. അപ്പൊ എല്ലാവരുടെയും ഫോട്ടോസ് ഓൾമോസ്റ്റ് നമുക്ക് ഒരേ ബാക്ക്ഗ്രൗണ്ട് ഒരേ കളറിൽ നമുക്ക് ഇവിടെ കൊണ്ടുവെക്കാൻ പറ്റും. നമ്മൾ വീണ്ടും ടൈപ്പ് ചെയ്യാൻ നിൽക്കണ്ട. ഇവിടുന്ന് ഒരു കോപ്പി കൊടുത്താൽ മാത്രം മതി. കോപ്പി കൊടുക്കുക, അദ്ദേഹത്തിന്റെ പേര് ഇങ്ങോട്ട് വലിച്ചു വെക്കുക. നമുക്ക് ആ ഒരു അലൈൻമെന്റ് കറക്റ്റ് ആക്കുക. ശേഷം റഷീദ് പേരടിച്ചു കൊടുക്കാം. ഈ രീതിയിൽ നമുക്ക് ഇങ്ങനെയുള്ള പോസ്റ്റേഴ്സുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇത് ഇപ്പോൾ നമ്മുടെ ഒരു ഇസ്ലാമിക് സെന്ററിന്റെ പോസ്റ്ററാണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. ഏതൊരു പോസ്റ്റേഴ്സും ആണെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഞാൻ അതിന് മറ്റൊന്ന് രണ്ട് ഞാൻ ചെയ്ത എൻ്റെ സ്റ്റഫിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ ലളിതമായിട്ട് കഴിഞ്ഞ ദിവസം എൻ്റെ മകന്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു പോസ്റ്ററാണിത്. ജസ്റ്റ് ഒന്ന് എഡിറ്റിൽ പോവാം. ഇതാണ് പോസ്റ്റർ ഉണ്ടാക്കിയത്. ഇതിന്റെ എക്സാക്ട് ആയിട്ടുള്ള ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഇത് ഏത് ഫോട്ടോയിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ മാറ്റിയിട്ടുള്ളത് ആ ഒരു കാര്യം കാണിച്ചു തന്നാലേ നിങ്ങൾക്ക് അത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ പോയിട്ട് ബർത്ത്ഡേ എന്നുള്ള ഒരു ഇത് കൊടുക്കുകയാണ്.
ബർത്ത്ഡേ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ മുഴുവനായിട്ടും അത് ആ രീതിയിലുള്ള ടെംപ്ലേറ്റ്സുകൾ നമുക്ക് ഇഷ്ടം പോലെ ടെംപ്ലേറ്റ്സുകൾ ഇവിടെ കിട്ടും. നമ്മളൊന്നും ചെയ്യാനില്ല, ഇതൊക്കെ എടുത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടി ഇതാണോ. ഈ ഒരു സംഗതിയാണ് ഞാനെടുത്ത് മാറ്റിയിരിക്കുന്നത്. ഒന്നും ചെയ്യാനില്ല, ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റുക, പകരം നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തോട്ട് കൊണ്ടുപോയിട്ട് ഇൻസേർട്ട് ചെയ്യുക എന്നേ ഉള്ളൂ. ക്ലിക്ക് ചെയ്യുക, ഒക്കെ ക്ലിക്ക് ചെയ്യുക, ഒക്കെ ചിലത് നമുക്ക് ലോക്ക്ഡ് ആയിട്ടുണ്ടാവും. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് പിക്ചർ ലോക്ക്ഡ് ആണ്. ആ ലോക്ക്ഡ് ആണെങ്കിൽ ആ ലോക്ക് ഇവിടെ നീക്കുക, ലോക്ക് പ്ലേസ് മാറ്റുക. മാറ്റുമ്പോൾ ഈ ഒരു പിക്ചർ അങ്ങനെ പോയി. പിന്നെ പേരും കാര്യങ്ങളൊക്കെ മാറ്റുക. നമുക്ക് പുതിയൊരു ഫോട്ടോ ആണ് ഇവിടെ ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആഡ് ഒരു ഫോട്ടോ കൊടുക്കാം. ഇതിൽ നമ്മുടെ ഷിയാബ്കാടെ ഫോട്ടോ തന്നെ ഞാൻ എടുക്കാം. ഷിയാബ്കാടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് ഒരു ഫോട്ടോ എടുക്കാം. ഷിയാബ്കാടെ ഇതിലേക്ക് ഞാൻ ഷിയാബ്കാടെ ഒരു ഫോട്ടോ ഞാൻ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരികയാണ്. വളരെ ക്ലിയർ ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറിക്കൊണ്ട് നമുക്ക് ആ ഫോട്ടോ ഇവിടെ കിട്ടി. അപ്പോൾ വീണ്ടും ഇതിലോട്ട് പോയിട്ട് അപ്ലോഡിൽ പോന്നു. സംഗതി ഇവിടെ എത്തിയിട്ടുണ്ട്. ഷേപ്പ് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇവിടെ വലുതാക്കിയിട്ടും ചെറുതാക്കിയിട്ടും എങ്ങനെ വേണമെങ്കിലും ഇവിടെ ചെയ്യാം. ഈ ഒരു ഇത് ഫ്രണ്ട് സൈഡിൽ വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ ബ്രിങ് ഫ്രണ്ട് കൊടുക്കാം. ഇത് സെലക്ട് ചെയ്തതിനു ശേഷം ബ്രിങ് ടു ഫ്രണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ആ സംഗതി നമ്മുടെ ഫ്രണ്ട് സൈഡിലോട്ട് വന്നു. പിന്നെ ഏതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലത്തെ വേർഡിങ്സും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ചെയ്യാവുന്നതാണ്. എന്താണ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് അത് അവിടെ കൊടുക്കാം. ഓരോ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് നിന്ന് എടുത്ത് മാറ്റുമോ, ഇളക്കി മാറ്റുമോ, എന്ത് കാര്യങ്ങൾ ഏത് രീതിയിൽ നമുക്ക് ഇതിനെ മാറ്റുമോ, എന്ത് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണോ പറയുന്നത്? ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ആണ് ചെയ്യേണ്ടതെങ്കിൽ വീഡിയോക്കുള്ള ഓപ്ഷനും ഇതിനകത്തുണ്ട്. ഇത് എന്തെങ്കിലും വീഡിയോസ് ആണ് നിങ്ങൾക്ക് ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ പോലും ഇതിനകത്ത് ചെയ്യാം. ഒരു വീഡിയോ ചെയ്തത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതൊരു വീഡിയോസ് ആണ്, ഞാൻ ചെയ്ത വീഡിയോസ് ആണ്. ഈ വീഡിയോസ് ഫ്രീ വീഡിയോസ് അവൈലബിൾ ആണ് ഇതിനകത്ത്. ഈ വീഡിയോസ് ഓൾറെഡി ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ്. നമ്മൾക്ക് അതിനകത്ത് നമ്മുടെ വീഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ വേർഡിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വേർഡിങ്സ് മാറ്റാം. ഇതിൽ ജസ്റ്റ് എഡിറ്റിൽ പോവുക. എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന സംഗതി പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇതിൽ എന്താണ് നിങ്ങൾക്ക് മാറ്റേണ്ടത്, ഇത് വലുതാക്കണം, ഇത് വലുതാക്കാം, ചെറുതാക്കണം, ചെറുതാക്കാം, എന്താണ് നമുക്ക് വീഡിയോസ് കൊടുക്കേണ്ടത് ആ വീഡിയോസ് നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഇതിനകത്ത് മ്യൂസിക് കൊടുക്കണമെങ്കിൽ മ്യൂസിക് ആഡ് ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് വളരെ അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ഈ ഒരു ക്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പ്ലേ ചെയ്യാൻ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? അത് നമുക്ക് അതേ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനൊന്ന് ഓഫ് ചെയ്യാം. വീഡിയോ സെലക്ട് ചെയ്തപ്പോഴാണ്. ഓക്കെ. അപ്പൊ ഏത് രീതിയിൽ, അതായത് ഇനി മുതൽ അങ്ങോട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പോസ്റ്റേഴ്സോ കാര്യങ്ങളോ ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ മറ്റൊരാളുടെ സഹായം നിങ്ങൾ തേടരുത്. നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു രൂപത്തിലേക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഏത് സമയത്തും ഞാൻ പറഞ്ഞു തരാം.